റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും നിയമനം ലഭിക്കില്ലല്ലോ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വേദനയുണ്ടാക്കിയെന്ന് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെട്ടെന്നും റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന 19-ാം തീയതി വരെ സമരം തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ ജനം ടിവിയോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ അവസാന ആശ്വാസമായിരുന്നു ഇന്നത്തെ ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ CPO ഉദ്യോഗാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിച്ചത്ര ഫലം കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായി നിൽക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും ഏകദേശം അസ്തമിക്കുന്നൊരു മട്ടാണ്. എങ്ങനെയാണ്? ജനകീയ സർക്കാരാണ്, സ്ത്രീപക്ഷ സർക്കാരാണ് എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഈ 15 ദിവസം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ മുന്നിൽ കണ്ണു തുറക്കുന്നുള്ള പ്രതീക്ഷയിലിരുന്നത്. പ്രതീക്ഷയൊക്കെ അസ്തമിച്ചിട്ടുള്ളത്. ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നേ പറയാനുള്ളൂ. എഴുതുന്നത് റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടാവും ജോലി ലഭിക്കണമെന്ന്. എന്നാൽ അത്തരം പ്രതീക്ഷകൾക്ക് നിങ്ങൾക്കുള്ള പ്രതീക്ഷ മാത്രമാണ്. സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒഴിവ് വേണ്ടേ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒഴിവില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഞങ്ങൾക്ക് RTI വെച്ചിട്ട് കിട്ടിയ 570 ഒഴിവ് എവിടുന്നാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്കെങ്കിലും ഞങ്ങൾക്ക് തരണം. ആ ഒഴിവ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് സമരം ചെയ്യുന്നത്. ഇല്ലാത്ത ഒഴിവ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. 15 ദിവസമായി സമരം. ഇനി നാളെ 16, ഇനി ഒരു ദിവസം മാത്രമാണ് ഒരു പ്രവൃത്തി ദിനം എന്ന നിലയിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി തുടർ സമരം, അല്ലെങ്കിൽ തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? 19-ാം തീയതി രാത്രി 12 മണിയോടെ നമ്മൾ ലിസ്റ്റ് അവസാനിക്കുക. തീർച്ചയായും 19-ാം തീയതി 12 മണി വരെ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ആത്മസംതൃപ്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞത് അർഹത ഉള്ളവർക്ക് മാത്രമേ നിയമനം ലഭിക്കൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഈ അർഹത എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ അർഹതയുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് മാത്രം ഇട്ടാൽ മതിയല്ലോ. ഞങ്ങളെപ്പോലെ അർഹതയില്ലാത്ത ലിസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഞങ്ങളത് തൊട്ട് മുന്നിലത്തെ ലിസ്റ്റ്, ഞങ്ങളെക്കാളും 15 മാർക്ക് കുറഞ്ഞ കട്ട് ഓഫ് വന്നവർ, എന്നിട്ട് ആ ലിസ്റ്റിൽ 95% കുട്ടികൾ എടുക്കുക. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോലും ഞങ്ങൾക്കും അതുപോലെ നിയമനം വരും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരെക്കാളും 15 മാർക്ക് കൂടുതൽ കട്ട് ഓഫ്, അവരെക്കാളും ചുരുങ്ങിയ ലിസ്റ്റ്. അപ്പം ഞങ്ങളെ അർഹത ഞങ്ങൾ തിരിച്ചറിയുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, ആരോട് വിദ്വേഷമോ പകയോ അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല. സമരം തുടർന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഒന്നും നടന്നില്ല എന്ന മനസ്സ് വേദനിച്ച് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയ അച്ഛനമ്മ ഞങ്ങൾ അവിടെ വീട്ടിൽ കരഞ്ഞുകൊണ്ടേ എത്തുള്ളൂ. ഇത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്ത് പഠിക്കേണ്ടത് ഞങ്ങൾ പഠിച്ചു. ഫിസിക്കലിന് വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. ഗത്യന്തരമില്ലാതെ ഈ തെരുവിൽ രാത്രി രാപ്പകയില്ലാതെ കിടന്നു. പലരുടെയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി, പുച്ഛ ഏറ്റുവാങ്ങി, സഹതാപം ഏറ്റുവാങ്ങി, പലരുടെയും സ്നേഹവും ലഭിച്ചു, ഒക്കെ ഏറ്റുവാങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സമാപ്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് മനസ്സൊന്ന് ശാന്തമാക്കി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു. ഇതൊന്നും ഞങ്ങളുടെ തെറ്റല്ല. ഞങ്ങൾക്ക് എല്ലാത്തിലും ഇപ്പോഴും പറയുന്ന അർഹതയുള്ളവരാണ് എന്ന് ഞങ്ങളെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഈ തലസ്ഥാന നഗരയിലും ട്രെയിൻ കയറാൻ. ഞങ്ങൾ ആരെയും ഇപ്പോഴും വെല്ലുവിളിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കുട്ടി പറഞ്ഞതുപോലെ ജനകീയ സർക്കാരാണ്, സ്ത്രീപക്ഷ സർക്കാരാണ് എന്നൊക്കെയുള്ള ഭയങ്കരമായ അത് പ്രതീക്ഷയല്ല, അമിത പ്രതീക്ഷയായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നത്. അതുതന്നെയാണ്. സമരം തുടരും. 19-ാം തീയതി വരെ ഉണ്ട്. അർദ്ധരാത്രി വരെ സമരം തുടരും. അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് പോകുക. ഒട്ടേറെ വളരെ പ്രതീക്ഷയുമായാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയത്. നിയമനം നടക്കും എന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ജനകീയ സർക്കാർ എന്ന് പിണറായി സർക്കാർ അഭിപ്രായപ്പെടുന്നതാണ്, 24 മണിക്കൂറും അഭിപ്രായപ്പെടുന്നതാണ്. അങ്ങനത്തെ ഒരു സർക്കാരിനെ വിശ്വസിച്ചാണ് ഈ തെരുവിലേക്ക് എത്തപ്പെട്ടത്. ആ പ്രതീക്ഷ അസ്തമിച്ചാണ് ഇവിടുന്ന് മനസ്സ് വിഷമിച്ച് തിരിച്ചു പോകുന്നൊരു അവസ്ഥയിലേക്കാണ് സംസ്ഥാന സർക്കാർ വരെ എത്തിച്ചത് എന്നതാണ് ഇതിൽ പറയാനുള്ളത്. എന്തായാലും സമരം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഉദ്യോഗാർത്ഥികളും പറയുന്നത്.